എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊരു പീരിയഡ്സ് ഒന്ന് ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെസ് കാരണമാണ്, ഹെക്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്തു അപ്പോൾ എൻ്റെ പീരിയഡ്സ് ഡിലേ ആയി. ആക്ച്വലി പക്ഷേ എന്താണ് ഈ ഹോർമോൺസ് എന്നുള്ളത് പലർക്കും അറിയില്ല. ഇത് സ്ത്രീയുടെ ശരീരത്തിൽ ഈ ഹോർമോൺസിൻ്റെ ഒരു റോൾ എന്താണ് എന്നെ കാണുമ്പോൾ എന്താ പ്രസവിക്കാത്ത കുറേ ആയല്ലോ പലരും പറയാറുണ്ട്. ഇങ്ങനെ മാസ്റ്റർബേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെമൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. ഒരു ആൺകുട്ടി മാസ്റ്റർബേറ്റ് ചെയ്യണം. ഫീമെയിൽസ് മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യും. പലപ്പോഴും കുട്ടികളില്ലാതിരിക്കുന്നത് മെയിൽ ആണുങ്ങളുടെ പുറത്ത്. സെക്കൻഡ് തോട്ട്സ് എന്ന നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡാണ്. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ ആദ്യത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിരിക്കും. എനിക്ക് അറിവ് കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും നമ്മുടെ സൊസൈറ്റിക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാൾ വേണമെന്നായിരുന്നു എൻ്റെ ഡ്രീമിലുണ്ടായിരുന്നത്. ഫൈനലി അങ്ങനെ തന്നെയാണ് എനിക്ക് വന്നതും. ഡോക്ടർ കെ ഗോപിനാഥൻ സർ. With over 45 years of transforming lives, Dr. K. Gopinathan stands as a pioneer of assisted reproduction in India, founder and chairman of Saimar, the Women's Hospital. He is a trusted leader in infertility treatment, laparoscopic surgery, and high-risk pregnancy care. Through his vision and dedication, he has helped thousands of families realize their dream of parenthood. സാറിനെ ഗസ്റ്റായി കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം മോർ ദാൻ 45 years എക്സ്പീരിയൻസ് ഇൻ ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. സാർ ഒരുപാട് ഫാമിലീസിന് ഒരു മാതാപിതാക്കളാകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ, അതിന് വഴികാട്ടിയായ ഒരാളാണ് സാർ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് സർ, വെൽക്കം. സാറിന് മോർ ദാൻ 45 years എക്സ്പീരിയൻസ് ആണ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയിൽ. പക്ഷെ സാർ അതിനു മുമ്പ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീസണോ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പോൾ ഞാൻ MBBS പാസ്സായി ഇമ്മീഡിയറ്റ്ലി എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് കിട്ടി. 2-3 പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസിന് കിട്ടി. മെഡിസിൻ, സർജറി, സൈക്കോളജി, ഗൈനക്കോളജി. ബേസിക്കലി ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് 2 കാരണങ്ങളാണ്. ഒന്നത് ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് പഠിച്ചാൽ മതി. ചെറിയൊരു യൂട്രസ് അത്രയും ഭാഗത്തെ മാത്രം പഠിച്ചാൽ മതി. കുറച്ച് ലേസി ആയിരുന്നു പഠിക്കാനായിട്ട്. അത് ഒരു കാര്യം അതാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ സർജറി ചെയ്യാൻ എനിക്ക് കുറച്ച് ഇഷ്ടമായിരുന്നു. ഈ ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു സർജിക്കൽ സ്കില്ല് കൂടി ആവശ്യമാണ്. Third most important, I felt no, I can do better than ladies because most of the emergencies are coming in the night and can go to the hospital at any time. Definitely, I can be a better gynecologist than ladies. നല്ലൊരു മെൻ്റലി എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ബിക്കോസ് മൈ പ്രൊഫസർ വാസ് എ മെയിൽ. ഹി ഡസ് വെരി വെൽ ആൻ ഒബ്സ്റ്റട്രീഷ്യൻ. Even though it was a very rare phenomenon ആ കാലത്ത്. മെയിൽ പീപ്പിൾ were hardly 5 or 6 people in all over Kerala. അപ്പം he was my head of the department in Jan Medical College. I thought probably attracted me to this specialty. ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം, മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിൽ പലർക്കും വരാൻ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു മടിയാണ് പെൺകുട്ടികൾക്ക് വരാൻ. ആ കാലത്ത് പക്ഷെ അതിനേക്കാൾ മുമ്പാണ് ആ ജനറേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അല്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. ആക്ച്വലി ഞാൻ അന്ന് വരുമ്പോൾ എനിക്ക് ഞാൻ തുടക്കത്തിൽ വളരെ കുറച്ച് ലേഡീസാണ് വന്നിരുന്നുള്ളൂ. പക്ഷേ വൺസ് ഐ ഗോട്ട് എസ്പെഷ്യലി ഇവിടെ ഞാൻ തൃശ്ശൂർ എൻ്റെ ഇനീഷ്യൽ പീരീഡ് ഓഫ് ഒബ്സ്റ്ററ്റിക് വർക്കായിരുന്നു ഫ്രം തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അവിടെ പക്ഷേ സീനിയേഴ്സ് ഒരുപാട് 12 സീനിയേഴ്സ് ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് obstetric hospital in Kerala that time, district hospital from 79 to 83. My seniors were excellent people. Probably I studied obstetrics gynecology from them. പക്ഷേ അത്രയും സീനിയേഴ്സ് ഉള്ളതുകൊണ്ട് ആയിരുന്നോ എന്നറിയില്ല. എനിക്ക് അധികം പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം പേഷ്യൻസ് ഉണ്ടായിരുന്നു. നോട്ട് ദാറ്റ് നോ ഗേൾസ് വിൽ കം ടു എ മെയിൽ ഗൈനക്കോളജിസ്റ്റ്, അങ്ങനെയല്ല. അങ്ങനെ ഉണ്ടായിരുന്നു. അന്നും ഉണ്ടായിരുന്ന ഫ്യൂ മെയിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വേലായുധൻ ഉണ്ടായിരുന്നു ഫ്രം ട്രിവാൻഡ്രം. He is one of the most reputed obstetricians in Kerala. Even now I don't think anybody can such a famous gynecologist is there even today. Dr. Krishnamurthy was there, my senior here in Trichy. Probably is one of the most accepted infertility specialist probably all over India, I can say, because even now I don't think we are
anybody else has seen more infertility patients than Dr. Krishnamurthy in not only Kerala, probably in India also. So acceptance are the initial phase may be a little delays there. Otherwise, I think once they feel that ഒരിക്കൽ നമ്മൾ നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു റെസിസ്റ്റൻസ് ഇനീഷ്യൽ ഫേസിൽ റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഫസ്റ്റ് പോഡ്കാസ്റ്റ് വരുമ്പോൾ. കാരണം ഞാൻ 8 months ബാക്ക് എൻ്റെ ഫസ്റ്റ് ഡെലിവറി സൈമർ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഞാൻ എന്തുകൊണ്ട് സൈമർ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ടാഗ് ലൈൻ ആയിരുന്നു, നമ്മൾ വീട്ടിലെ പോലെ പ്രസവിക്കാം, വീട്ടിലെ പോലെ തന്നെ. അത് എന്തായിരുന്നു ആ കോൺസെപ്റ്റിന് കാരണം നമ്മളിപ്പോൾ ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ട്. വീട്ടിൽ ഇപ്പോൾ ഹോസ്പിറ്റൽസിലൊന്നും വരാൻ മിക്കവർക്കും ഇഷ്ടം, വീട്ടിൽ തന്നെ പ്രസവിക്കുന്നു, കോംപ്ലിക്കേഷൻസ് വരുന്നു, മരിക്കുന്നു, കുഞ്ഞിനും അപകടം വരുന്നു, അമ്മക്കും അപകടം വരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത്. കാരണം യൂട്യൂബിൽ നോക്കി പ്രസവിക്കുക അങ്ങനെയൊക്കെ ആയിട്ട്. അല്ല, അതിലെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൺസെപ്റ്റ്, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ഫിസിയോളജിക്കൽ പാർട്ട് ഓഫ് അവർ ഓൾ ഗേൾസ് അല്ലേ, എല്ലാ സ്ത്രീകൾക്കും പ്രസവിക്കണം. അതൊരു അസുഖമാണെന്നുള്ളൊരു തോന്നലില്ലാതെ അവർ പണ്ട് എത്ര കംഫർട്ടബിളായിട്ട് വീട്ടിൽ ഒരു ടെൻഷനില്ലാതെ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കംഫർട്ട് ഒരിക്കലും പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ, പ്രത്യേകിച്ചൊരു മൾട്ടി സ്പെഷ്യാലിറ്റിയിൽ ഒരുപാട് പനി, ചുമ, ഒരാൾ മരിക്കാൻ കിടക്കുന്നു, ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു രോഗിയായി മാറാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ പാടില്ല. അതേ സമയത്ത് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാനിവിടെ എപ്പോഴും ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാവുന്നത് നമുക്ക് ഈ ബ്ലീഡിങ് കൊണ്ടാണ്, ഈ പ്രസവമായിട്ട് ബന്ധപ്പെട്ടത്. അതിന് ഞാൻ തുടക്കം മുതൽ ആദ്യമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങുന്ന അന്ന് മുതൽ നമ്മൾ ഈ ബ്ലഡ് ബാങ്ക് ഈ ഹോസ്പിറ്റൽ അന്ന് മുതലുണ്ട്. പിന്നെ എമർജൻസിക്ക് സിസേറിയൻ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ തന്നെയല്ല, പേഷ്യൻറ്റിന് പെട്ടെന്ന് ഷോക്ക് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വന്നാൽ ഒരു അനസ്തെറ്റിസ്റ്റ് ഹോസ്പിറ്റൽ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആ ടോട്ടലി ആ എമർജൻസീസ് കവർ ചെയ്ത് കിട്ടും. അവരെ ഹെൽപ്പ് എപ്പോഴും ദേവർ വി ഹാഡ് ഓൾവേസ് വൺ അനസ്തെറ്റിസ്റ്റ് സ്റ്റേയിങ് ഇൻ ദ ഹോസ്പിറ്റൽ ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ഹോസ്പിറ്റൽ. തേർഡ് തിങ്, പ്രസവിക്കുമ്പോൾ കുട്ടിയുടെ കാര്യം നോക്കാനായിട്ട് ഇപ്പോഴും നമ്മളെ ഹോസ്പിറ്റലിൽ ഒരു പീഡിയാട്രീഷ്യൻ എപ്പോഴും ഹോസ്പിറ്റലിൽ സ്റ്റേ ഉണ്ട്. അപ്പോൾ ഈ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഹോമിൻ്റെ കംഫർട്ടോടു കൂടി എല്ലാ റിസ്ക്കും കവർ ചെയ്യാൻ, എല്ലാ റിസ്ക്കും പ്രോബ്ലി കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 99% പേഷ്യൻ്റ് ഉണ്ടാകുന്ന അപകടങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ഹോംലി കംഫർട്ട് കൊടുക്കാനായിട്ട് പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റായിരുന്നു ഹോസ്പിറ്റൽ തുടങ്ങുന്ന സമയത്ത്. അത് സാറ് പറഞ്ഞ വളരെ, എനിക്ക് പൊതുവേ ഹോസ്പിറ്റൽസ് പേടിയുള്ള ഒരാളാണ്. പക്ഷെ എൻ്റെ പ്രഗ്നൻസി ത്രൂ ഔട്ട് എന്നെ എല്ലാ ആഴ്ചയും ഹോസ്പിറ്റലിൽ എല്ലാവരും എന്നെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഇവിടെ വരുമ്പോൾ എൻ്റെ തറവാട്ടി വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് സമാധാനം. ഡോക്ടർ ലിബി ഡോക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് ലിബി ഡോക്ടറിനെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ഇതായിരുന്നു. അപ്പോൾ ഞാൻ പ്രഗ്നൻസിയുടെ മൊത്തം ഞാൻ 2 ദിവസം കൂടും. അപ്പോൾ എന്നെ കാണുമ്പോൾ ഇരിക്കും, നമ്മൾ കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമില്ല, എനിക്ക് വെറുതെ ഇവിടെ വരുമ്പോൾ ഒരു സമാധാനമാണ്. അല്ല, എപ്പോഴും അത് അങ്ങനെ ആയിരിക്കണം ഹോസ്പിറ്റലിൽ, പ്രത്യേകിച്ച് ഡെലിവറി. കാരണം ഒരു നോർമൽ ഫിസിയോളജിക്കലായിട്ടുള്ളൊരു കാര്യത്തിന് ഒരു പേഷ്യൻറ്റിനൊരു അസുഖത്തിൻ്റെ സ്ട്രെസ് കൊടുക്കാതിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് പോളിസി. അങ്ങനെ ആയിരിക്കണം ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റൽ അറ്റ്ലീസ്റ്റ് സർവീസ്. പിന്നെ സാർ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാ ടേംസിനെയും കുറിച്ച് എല്ലാവരും അവെയർ ആണ്, പ്രത്യേകിച്ച് മെഡിക്കൽ ടേംസിനെ കുറിച്ചിട്ട്. ഫെർട്ടിലിറ്റി ആയിക്കോട്ടെ, ഹോർമോണൽ ഇംബാലൻസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എനിക്കൊരു ക്ലാരിറ്റിനേക്കാൾ കൂടുതൽ ചില സമയത്ത് എനിക്കൊരു കൺഫ്യൂഷൻസ് വരുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നോളേജ് കൂടുമ്പോൾ നമ്മൾ പറയില്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് തന്നെ ഉണ്ടോ, ഇത് എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ടോ, എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ടോ എന്ന് തോന്നിക്കുന്ന ഒരുപാട്. സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ ന്യൂ ജനറേഷൻ കുറച്ചും കൂടിയും എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഭൂരിഭാഗം ഒരു 20 to 30% ഓഫ് ദ ഗേൾസ് കമ്മിങ് ടു അസ് ഇങ്ങനെ ഒരു ഫിയർ ഓർ സ്ട്രെസ് because of this small little knowledge sometimes is more harmful എന്ന് പറയുന്ന മാതിരിയാണ്. നമുക്കൊരിക്കലും ഒരു സോഷ്യൽ മീഡിയയിലായാലും നമ്മൾ ഈവൻ പറഞ്ഞു കൊടുത്താൽ പോലും അവർക്ക് മനസ്സിലാവില്ല പല കാര്യങ്ങളും. തന്നെയല്ല, ഇവർ ടു മച്ച് ഓഫ് എക്സ്പെക്റ്റേഷൻസ് വിത്ത് ലിറ്റിൽ നോളജ് ആൻഡ് ദേ സെൽഫ് ഓവർ കോൺഷ്യസ് ഓൾസോ. They want to be perfect in everything and that is impossible. ആ ഒരു എഡ്യൂക്കേറ്റഡ് ക്ലാസ് ന്യൂ ജനറേഷൻ, ലിറ്റിൽ നോളജ്, പ്രോബ്ലി whatever knowledge it is giving them more stress in life than anything else. ഒരു കോമ്പറ്റീറ്റീവ് ഫീലിട്ടോ സെൽഫ് കോൺഷ്യസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.
ഫോർ എക്സാമ്പിൾ കുറച്ച് 2 ദിവസം മെൻസസ് തെറ്റിയാൽ അച്ഛനമ്മയും അയൽവക്കക്കാരെയും കൂട്ടിയിട്ട് വരികയാണ്, എന്നിട്ട് ഒരു 4 മണിക്കൂർ എത്ര സംസാരിച്ചാലും അവർക്ക് മനസ്സിലാവില്ല. ഇത് നോർമലായിട്ടെന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവുന്നില്ല. അതെന്തോ എനിക്ക് തോന്നുന്നു എല്ലാവരും ആവശ്യമില്ലാത്ത ഒരു 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 സ്ട്രെസ്സ് അയൽവക്കത്തുള്ള ആൾക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ കൊടുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അത് ഡോക്ടർമാരും പലപ്പോഴും അതൊരു അങ്ങനെ ഒരു കൺവിൻസ് ചെയ്യുന്നില്ല പേഷ്യൻറ്റിനെ. ഇറ്റ്സ് എ നോർമൽ പാർട്ട് ഓഫ് ലൈഫ് ഇൻ മെനി സിറ്റുവേഷൻസ് എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് 28 ഡേയ്സ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ 28 ഡേയ്സ് ആണ് നോർമൽ. പക്ഷെ അത് നോർമൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, പലർക്കും വേരി ചെയ്യത്തില്ല. ഒരു 21 ഡേയ്സ് ഒരു ജനറലി ഇറ്റ് ഈസ് നോട്ട് അങ്ങനെയാണെന്ന് മാത്രമല്ല. ഇതൊക്കെ നമുക്കിപ്പോൾ പ്രഗ്നൻസി 10 മാസം 9 ദിവസം 7 ദിവസം കഴിഞ്ഞാൽ പ്രസവിക്കണം എന്ന് പറയുന്നത് ഒരു നോൺസെൻസ് അല്ലേ. ഇറ്റ് വേരീസ്. ഇത് ഈ ഡേയ്സ് പണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എന്തിനാന്ന് വെച്ചാൽ ഫോർ ദ പർപ്പസ് ഓഫ് മോണിറ്ററിങ്. അല്ലാണ്ട് 9 മാസം 7 ദിവസം കൂടുമ്പോൾ തന്നെ അന്നത്തെ ദിവസം പ്രസവിക്കാൻ വേണ്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ആ പേഷ്യൻറ്റിന് ഏകദേശം എത്ര നാളായി, എത്ര പ്രഗ്നൻസി വന്നു, എത്ര കുട്ടിയുടെ വലുപ്പമുണ്ട്, ആ സമയത്ത് BP, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം, ഡേറ്റ് കഴിയുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് ആ ദിവസം പ്രസവിക്കണം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫുളിഷ് തോട്ടാണ്. അങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വിത്ത് അൾട്രാസൗണ്ട് നമ്മുടെ അതുപോലെ നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ, BP, ഇതൊക്കെയാണ് ഡേറ്റ് കഴിഞ്ഞുകൊണ്ട് ലൈക്ക് വെള്ളം കുറയുക, അതൊക്കെയാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡേറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് പേഷ്യൻറ്റ് ഷെയർ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ഓൺലി യു ടെൽ ദം ഇഫ് ദർ ഇസ് എനി ഡേഞ്ചറസ് തിങ് ദാറ്റ് വാട്ട് ഓർ യു ഷുഡ് നോട്ട് വെയിറ്റ് എന്നോ, അല്ലെങ്കിൽ നമുക്ക് വേഗം പ്രസവിക്കാം എന്നൊക്കെ പറയാമെന്നല്ലാതെ ഈ ഡേറ്റ് കമ്പയർ ചെയ്ത് അങ്ങനെ ഒരു സ്ട്രെസ് പേഷ്യൻറ്റ് കൊടുക്കരുതെന്ന് ഞാൻ എൻ്റെ കൊളീഗ്സിനൊക്കെ പറയാറുണ്ട്. പക്ഷേ നാട്ടുകാർ സമ്മതിക്കില്ല. എല്ലാവരും അത് ചോദിച്ചിട്ടാണ് വരുന്നത്. ഇന്ന ഡേറ്റിനല്ലേ പ്രസവിക്കുക, എത്രയാണ്, ഡേറ്റ് കഴിഞ്ഞല്ലോ, ഇത്ര ആയല്ലോ, അങ്ങനെ തന്നെ. ഡെലിവറി 40 വീക്സ് കഴിഞ്ഞിട്ട് എൻ്റെ ഡെലിവറി ഉണ്ടായത്. അപ്പോൾ അതിന് മുമ്പോട്ടിട്ടേ എന്നെ കാണുമ്പോൾ എന്താ പ്രസവിക്കാത്ത കുറേ ആയല്ലോ, ഡോക്ടറിനെ കണ്ടില്ലേ എനിക്ക്. അപ്പോൾ എനിക്ക് തന്നെ എല്ലാവരും അത് അങ്ങനെ ആ ഒരു കണക്ക് വെച്ചിട്ട് ഇത്ര ആഴ്ച കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പ്രസവിച്ചില്ലെങ്കിൽ അപകടമാണെന്നുള്ളൊരു മെസ്സേജാണ് എല്ലാവർക്കും കിട്ടുന്നത്. അല്ല, ശരി തന്നെയായിരിക്കും, കുറച്ച് കോംപ്ലിക്കേഷൻ കൂടുതലുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് നമുക്ക് ഇത്രയും അൾട്രാസൗണ്ട് എന്ന് വെച്ചാൽ മെയിനായിട്ട് കുട്ടിയുടെ വെള്ളം കുറഞ്ഞു പോയി കുട്ടിക്ക് രക്തോട്ടം കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ്. അത് നമുക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ലല്ലോ. 1, 2, 4 ദിവസം അത് നോർമലാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നോർമലായിട്ട് സ്പോണ്ടേനിയസ് ഡെലിവറിക്ക് പലപ്പോഴും അണ്ടർ ദർ ഇസ് എ കോംപ്ലിക്കേഷൻസ് വി ക്യാൻ ഗിവ് ഇറ്റ്, വി ഹാവ് ടു ഗിവ്. Ideally that should be the management from a doctor എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയും. ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു പീരിയഡ്സ് ഒന്ന് ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും നമുക്ക് സ്ട്രെസ്സ് കാരണമാണ്, സ്ട്രെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെക്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്തു അപ്പോൾ എൻ്റെ പീരിയഡ്സ് ഡിലേ ആയി. ആക്ച്വലി പക്ഷേ എന്താണ് ഈ ഹോർമോൺസ് എന്നുള്ളത് പലർക്കും അറിയില്ല. ഇത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഈ ഹോർമോൺസിൻ്റെ ഒരു റോൾ എന്താണ്, അതേപോലെ തന്നെ ഈ ഒരു പീരിയഡ്സ് ഡിലേ ആവാനുള്ള ഇപ്പോൾ നമ്മൾ പറയില്ല സ്ട്രെസ്സ് കൂടുമ്പോഴാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതൊരു ഒരു മെക്കാനിസം, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്? ഈ ഹോർമോൺസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കെമിക്കൽസ് ആക്ച്വലി ദാറ്റ് ഈസ് കൺട്രോളിങ് ദ ഫിസിയോളജി ഓഫ് ദ ബോഡി. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അത് മറ്റേ പറയുക അത് ആവശ്യമുള്ള ഡൈജസ്റ്റ് ചെയ്യുന്നത്, അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്, മെൻസസ് വരുന്നത് റെഗുലറായിട്ട്, അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്ത് തൈറോയ്ഡ്, ഇങ്ങനെ കുറേ ഹാർമോൺ ഫിസിയോളജി ഓഫ് ദ ബോഡി ആക്ച്വലി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ഈ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഒരു സോർട്ട് ഓഫ് കെമിക്കൽസ്. പ്രോബ്ലി ഡെഫിനറ്റ്ലി അതിൽ കുറച്ച് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് കൺട്രോൾ ഉണ്ട് മോസ്റ്റ് ഓഫ് ദീസ് ഹോർമോൺസ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോൾ പ്രോബ്ലി അത് ഈസ് റിഫ്ലക്റ്റഡ് ത്രൂ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ദ ഹോർമോൺസ്. അതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വേരിയേഷൻ വരും, മെൻസസിൽ വേരിയേഷൻ, ചിലപ്പോൾ നമുക്ക് അപ്പിറ്റേറ്റ് പോകുന്നു, അങ്ങനെ അതുകൊണ്ടാണ് ഈ സ്ട്രെസ്സിൻ്റെ ഒരു പ്രോബ്ലം. സെൻട്രൽ നെർവസ് സിസ്റ്റം സ്ട്രെസ് ആക്ച്വലി ഈ ഹോർമോൺസിനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഇറ്റ് ഈസ് വേരിയേഷൻ ഉണ്ടാവുന്നു. അതായിരിക്കും ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ. പിന്നെ സാർ, ഇപ്പോൾ നമ്മൾ ഒരു ഗൈനക്കോളജിക്കൽ ഡിസ്കഷനിലൊക്കെ പണ്ട്
ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞിരുന്നത് ഫൈബ്രോയിഡ്, തൈറോയിഡ്, ഒരു ഹെവി ബ്ലീഡിങ്, സിസ്റ്റ്, അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോൾ ഒരു ടീനേജ് തൊട്ടിട്ടുള്ള ഒരു വീട്ടിലത്തെ ഏറ്റവും PCOD PCOS എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൺസേണിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ആൾക്കാരുടെ ഇടയിൽ പരത്തുന്ന ഒന്നാണ് PCOD PCOS. ഒരു അമ്മക്ക് കുട്ടിക്ക് PCOD ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ സ്റ്റാർട്ട് ചെയ്യും. അയ്യോ അവരെ ഫെർട്ടിലിറ്റിനെ അത് എഫക്റ്റ് ചെയ്യോ, ഇനി അവർക്ക് കല്യാണം കഴിക്കുമ്പോൾ അത് അവരെ എഫക്റ്റ് ചെയ്യോ ഈ PCOD ഉണ്ടെങ്കിൽ. അങ്ങനെ ഭയങ്കര ഒരു, എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ഒരു സ്ട്രെസ് ബിൽഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇതിന്. ആക്ച്വലി PCOD എന്ന് പറയുന്നത് വരുന്ന നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് മിക്കവാറും ഒരു അഡോളസെൻ്റ് യങ് ഗേൾസ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഏജിൽ ഈ കുട്ടിക്ക് കുറച്ച് ഹെയർ വരുന്നു. അപ്പോൾ കുറച്ച് എല്ലാവരും പേടിച്ച് കാണും, പറയും PCOD ആണെന്നുള്ളത്. അപ്പോൾ അവർ പോയിട്ട് ഡോക്ടറെ കാണുന്നു, സ്കാൻ ചെയ്യുന്നു. അപ്പോൾ ഓവറിയിൽ ചെറിയ ചെറിയ അണ്ടം ആയിട്ടുള്ള കുറേ സാധാരണത്തെക്കാൾ കൂടുതൽ കാണുന്നു. പിന്നെ ഈ ചെറുപ്പത്തിൽ ഇവരെ ഇങ്ങനെ ഫുഡൊക്കെ പ്രത്യേകിച്ച് കൂടുതൽ ചെറിയ കുട്ടികൾ കുറച്ച് തടി വയ്ക്കും. അപ്പോൾ കൂടുതലുള്ള ആൾക്കാർ പറയും PCOD ആണ് ആരെങ്കിലും പോയി കാണുന്നത്. പക്ഷേ ശരിക്കും ഒരു 90% ഓഫ് ദ ടൈം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ മെൻസസ് ഇല്ലാത്തൊരു കുട്ടി 8-9 വയസ്സായിട്ട്, മെൻസസ് 10 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 11 വയസ്സാകുമ്പോൾ മെൻസസ് തുടങ്ങുന്നത്, അത് നമ്മളുടെ ബോഡി എന്നെ സ്റ്റെബിലൈസ് ചെയ്ത് പെർഫെക്റ്റാക്കി കൊണ്ടുവരണം. ആ ബോഡി ചേഞ്ചിങ് ടൈമാണത്. അതായത് ഒരു അഡോളസൻസ് എന്ന് വെച്ചാൽ അഡൽട്ടിനും ഈ സ്മോൾ കുട്ടിയിൽ നിന്ന് അഡൽട്ട് ആവുന്നതിൻ്റെ ഇടയിലുള്ളൊരു ടൈമാണ് അത്. ആ ടൈമിലാണ് ബോഡി ഇങ്ങനെ മെയിനായിട്ട് നമ്മുടെ ശരീരം തന്നെ ഈ എൻ്റെ ഓവർ ഫങ്ഷൻസ് ശരിയാക്കാനുള്ളൊരു എക്സസൈസ് മാതിരിയാണ് പലപ്പോഴും. ആ സമയത്ത് കാണുന്ന ചെറിയ ചെറിയ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസോ അല്ലെങ്കിൽ കുറച്ച് ഹെർസൂട്ടീസോ കുറച്ച് ഒബിസിറ്റിയോ ഒക്കെ ഫ്രൈറ്റൻ ചെയ്യാനുള്ളതല്ല. പ്രോബ്ലി ഇറ്റ് ഗെറ്റ്സ് ഓവർ ബൈറ്റ്. നല്ലൊരു 20-21 വയസ്സാകുമ്പോഴേക്കും അത് നോർമലാവും. ഓഫ് കോഴ്സ് ടൂ മച്ച് അങ്ങനെ ഭയങ്കര തടി കൊണ്ടു നടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ച് സാധാരണ ചെറിയ ചെറിയ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഒന്നും ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പോഴും WHO ഒക്കെ ഇപ്പോഴത്തെ പുതിയ ഇത് പ്രകാരം. ആൻഡ് ഇറ്റ് ഈസ് എ ഫാക്ട്. ഇത് നോർമലായിട്ട് സംഭവിക്കുന്ന അഡോളസെന്റ് ഗേൾസ് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് എ ഡിസീസ് അറ്റ് ഓൾ ഇൻ മോസ്റ്റ് ഓഫ് ദ ടൈം. എനിക്ക് PCOD ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ എൻ്റെ ആദ്യത്തെ സ്കാനിലാണ് ബൈലാട്രൽ PCOD എന്ന് ഞാൻ കാണുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന് മുമ്പ് PCOD ഉണ്ടെന്നോ അല്ലെങ്കിൽ PCOS ഒക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അതൊരു ടെൻഷനായിരുന്നു. അയ്യോ അതെൻ്റെ ഇനി എനിക്ക് കുട്ടികളാവാൻ ലേറ്റ് ആവോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് എനിക്ക് വരുന്നത്. എനിക്ക് ആ ഒരു സമയത്ത് അറിഞ്ഞുകൊണ്ട് എനിക്ക് ആ സ്ട്രെസ്സിലോട്ട്. അതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഈ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഓവറിയിൽ കൂടുതൽ ചെറിയ എഗ്സ് ഉണ്ടെന്നും, ഇപ്പം നമ്മളിപ്പോൾ ഒരു തെങ്ങിൽ കുറേ നാളികേരത്തിന് കമ്പയർ ചെയ്യുമ്പോൾ കുറേ കരുക്കുണ്ടാവുകയാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ആൻ അബ്നോർമാലിറ്റി ഇൻ മോസ്റ്റ് ഓഫ് ദി സിറ്റുവേഷൻസ്. ഒരിക്കലും അത് നമ്മളെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. യൂഷ്വലി ഇറ്റ് സെറ്റിൽസ് ബൈ ഈവൺ ദർ ഈസ് എ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ തന്നെ അതൊരു 19-20 വയസ്സാകുമ്പോഴേക്കും സെറ്റിൽ ചെയ്യും. നമ്മൾ അങ്ങനെ വല്ലാണ്ട് ഓവർ കോൺഷ്യസ് ആവാതെ ഇപ്പോൾ നമ്മൾ വല്ലാണ്ട് ഒരു തടി വയ്ക്കുന്നുണ്ട്, ആ തടി കുറയ്ക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്താൽ മതി. അല്ലാണ്ട് PCO ഒരിക്കലും കുറയ്ക്കാൻ വേണ്ടി നടക്കാൻ പോകുന്നില്ല അത്. പിന്നെ അതായിട്ട് കുറച്ച് ടെസ്റ്റോസ്റ്ററോൺ കൂടുതലുണ്ടാവുന്നു. പക്ഷെ ഒബിസിറ്റി നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിക്കോളും, ഹെർസൂട്ടീസും കുറയും. അതിൻ്റെ പിന്നാലെ നടക്കാതിരിക്കുക എന്നാണ് നല്ല. കുട്ടികളെ ചെറിയൊരു കുട്ടികൾ PCOD എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മരുന്ന് കഴിക്കുന്നത്, ഐ വിൽ നോട്ട് ആക്സെപ്റ്റ് ദാറ്റ് കൺസെപ്റ്റ്. എനിവേ, ഞാനിത് പറഞ്ഞപ്പോഴാണ് ഇപ്പം മെയിനായിട്ട് കേട്ടുവരുന്ന സാധനം മോഞ്ചാരോ ഇഞ്ചെക്ഷൻസ്. അത് ഈ PCOD മെയിനായിട്ട് ഡയബറ്റീസ് ഉള്ളവർക്കും അതേപോലെ തന്നെ PCOD ഉള്ളവർക്കാണ് ഈ മോഞ്ചാരോ കൂടുതൽ എടുക്കുന്നത്. അത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ആയിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കോസ്മെറ്റോളജി ക്ലിനിക്സിലൊക്കെ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ മേടിക്കുന്നുണ്ട്. 1 ലക്ഷം 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തടിച്ചിരുന്ന കുട്ടികൾ മെലിയുന്നു. ഓക്കെ, അത് കാണുമ്പോൾ ഓരോരുത്തർ അത് മേടിക്കാതെ, എല്ലാവരും ഇതിൻ്റെ നല്ല വശങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇത് എന്തായാലും ഏതെങ്കിലും മെഡിസിന് സൈഡ് എഫക്ട്സ് ഉണ്ടായിരിക്കുമല്ലോ. എന്താണ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടായിരിക്കുക? അല്ല, ഇത് ഇച്ചിരി പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രഗാണ് ഇപ്പോൾ നമ്മുടെ ഓൾ ഓവർ ദ വേൾഡ്, നോട്ട് ഓൺലി ഇൻ ഇന്ത്യ. അത് ഇതിൽ പലപ്പോഴും ഈ നമ്മൾ പറഞ്ഞാലും സാധാരണ ആൾക്കാർക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് അവർക്കൊരു കൊളസ്ട്രോൾ കൂടി, അവർ ഹാർട്ട് അറ്റാക്ക് വന്ന് അങ്ങനെ വരുമ്പോൾ ഒരു എക്സസൈസ് ചെയ്യില്ല, അവർ ഫുഡ് ഹാബിറ്റ്സ് മാറ്റാൻ പോകുന്നില്ല, അവരുടെ സ്വീറ്റ്സ് കഴിക്കുന്നത് കുറയ്ക്കാൻ പോകുന്നില്ല എല്ലാവരും. അപ്പോൾ അതൊരു ഷോർട്ട് കട്ട് എന്നുള്ള നിലയിൽ അത് ഐ തിങ്ക് ഇറ്റ് ഈസ് റീസണബിളി സേഫ്. അപ്പോൾ നമ്മൾ
ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സ്റ്റൊമക്കിൽ ഓപ്പറേറ്റ് ചെയ്ത് സ്റ്റൊമക്ക് ചെറുതാക്കുന്ന ഒരു ഓപ്പറേഷനൊക്കെ. വെൻ യു കമ്പയർ ദാറ്റ് ദിസ് ഈസ് വെരി സിമ്പിൾ ജസ്റ്റ് ടു ടേക്ക്. പക്ഷേ ഇതൊരു 6 മാസം 8 മാസം കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ ഇഫ് യു ആർ നോട്ട് വെരി എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റും ഇതൊക്കെ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ കം ബാക്ക്. അതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം. ആൻഡ് മണി വാട്ട് യു സെൻഡ് ഓൺ ദാറ്റ്, ഇത് രണ്ടുമാണ് അതിൻ്റെ പ്രോബ്ലം. അപ്പം നമുക്ക് ഇത് ഈ മോഞ്ചാരോ ഇഞ്ചെക്ഷൻസ് എടുക്കുമ്പോൾ പൊതുവേ കേൾക്കുന്നത് അപ്പറ്റൈറ്റ് ലോസ് ആവുന്നതാണ് മെയിൻ ആയിട്ട് കേൾക്കുന്നത്. വെയിറ്റ് കുറയ്ക്കാൻ ഈവൻ ഇറ്റ് ഈസ് ബെറ്റർ. ഇൻസുലിൻ ലെവലിലൊക്കെ കുറയ്ക്കുന്നുണ്ട്. അത് വെയിറ്റ് കുറയ്ക്കുന്നതുകൊണ്ട് കുറയുന്നതാണത്. അതുകൊണ്ടാണ് ഇത് ഇത്ര പോപ്പുലർ ആവാൻ കാര്യം. ഇൻസുലിൻ്റെ ഡോസൊക്കെ കുറവ് മതി. പക്ഷെ ഒരു ലുക്ക് പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ആ മുഖമൊക്കെ ഇങ്ങനെ ചുളിഞ്ഞാകെ ഒരു ചെറിയൊരു വൃത്തികേടാവുന്നുണ്ടോ. പിന്നെ ഇപ്പൊ എല്ലാവരും ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആക്ച്വലി. കുട്ടികൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ എല്ലാ ഡോക്ടേഴ്സും പറയുന്ന ഒരു കാര്യം ബിഫോർ 30 അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് സ്വന്തം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, അങ്ങനെ എല്ലാ പല ഫാക്ടേഴ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബിഫോർ 30 എന്ന് പറയാൻ കാര്യം? അത് പലർക്കും അറിയില്ല. എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഒക്കെ ബിഫോർ 30 എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മളെ കുട്ടികളുണ്ടാവുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അമ്മയുടെ എഗ്ഗാണ്. എഗ്ഗിൻ്റെ ക്വാളിറ്റി നന്നായിരിക്കുമ്പോൾ അതായത് നമ്മൾ ഓവേറിയൻ റിസർവ് എന്ന് പറയും, നല്ലോണം ഉണ്ടാവണം, ഉള്ളതിൻ്റെ ക്വാളിറ്റി നന്നായിരിക്കണം. അത് എൻ്റെ ഏറ്റവും നല്ല ടൈം അറൗണ്ട് 18 to 24 തന്നെയാണ്. പണ്ട് നമ്മളെല്ലാം കല്യാണം കഴിച്ചിരിക്കുന്ന സമയത്താണ് ഏറ്റവും നല്ല എഗ്ഗ ഉണ്ടാവുന്നത്. അതായത് ഒരു 3 മാസം സാധാരണഗതിയിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ബീജം നല്ലതാണ്, അവർ ബന്ധപ്പെടുന്നുണ്ട്, വേറെ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ 3-4 മാസം കൊണ്ട് ഗർഭിണിയാവും ചെറുപ്പത്തിലാണെങ്കിൽ. അത് 4 മാസത്തിന് പകരം 40 മാസമോ 400 മാസമായിട്ട് കൂടും. അത് 1, 2, 3 കൊല്ലം ഒരുമിച്ച് നിന്ന് ബന്ധപ്പെട്ടാലേ സെയിം ചാൻസ് ഓഫ് ഹാവിങ് എ പ്രഗ്നൻസി കിട്ടുള്ളൂ ഒരു 40 years ഒക്കെ ആയി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നേരത്തെ എഗ്ഗാണ് ഏറ്റവും ഡിസൈഡിങ് ഫാക്ടർ. അതിൻ്റെ കൂടാതെ പ്രായം കൊണ്ട് വരുന്ന ഫൈബ്രോയിഡ് അങ്ങനെയൊക്കെ വരും കുറച്ച് കഴിയുമ്പോൾ. പക്ഷേ ഏറ്റവും ഡിസൈഡിങ് ഫാക്ടർ ഈസ് ഓൾവേസ് ഏജ് ഓഫ് ദ മദർ. അതായത് ഇതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് എഗ്ഗിൻ്റെ മോശമൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ജനറലി അതുകൊണ്ടാണ് യങ്ങർ ഏജ് ഗ്രൂപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ. ഇപ്പോൾ പ്ലാൻഡ് പ്രഗ്നൻസി, ഇപ്പോൾ എല്ലാവരും പറയും ഓക്കെ പ്രഗ്നൻസി പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതൊക്കെ. പക്ഷേ അത് ഒരു തരത്തിലൊരു സ്ട്രെസ് ബിൽഡ് ചെയ്യുന്നില്ലേ കപ്പിളിൻ്റെ ഇടയിൽ? ഈ ഒരു പ്ലാൻഡ് പ്രഗ്നൻസി എന്നവർക്ക് കുട്ടികളാവണം, അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ട്രെസ് ബിൽഡ് ചെയ്യുമല്ലേ കപ്പിളിൻ്റെ ഇടയിൽ? അങ്ങനെയല്ല. എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മളെടുത്ത് ട്രീറ്റ്മെൻറ്റിന് വരികയാണ് ഈ കുട്ടികളുണ്ടാവാനായിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാച്ചുറലി നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ നിങ്ങൾ എത്ര നാളായി കല്യാണം കഴിച്ചിട്ട്, എത്ര നാളെ നിങ്ങളുടെ സെക്ഷൽ ലൈഫൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ, വേറെ അബോർഷനായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു 70% ഓഫ് ദ കപ്പിൾസ് ഇപ്പോഴത്തെ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ 5 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് ഒരു 6 മാസം മുമ്പ് വരെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് വേണ്ടാന്ന് വെച്ചത്? മെയിൻ ഒരു ആർട്ടിഫിഷ്യലായിട്ട് സെമൻ പുറത്ത് കളയുക, അങ്ങനത്തെ അല്ലെങ്കിൽ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയും. അപ്പം പിന്നെ ഇപ്പം എത്ര നാളായി നിങ്ങൾ ആക്ച്വലി നോർമലായിട്ട്, അപ്പോൾ ഇപ്പം നോർമലായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്ന്. അപ്പോൾ അവർ പറയുന്നു ഇപ്പോൾ 3 മാസമേ ആയിട്ടുള്ളൂ. മനസ്സിലായോ? അത് ഒരു ഫിസിയോളജിക്കലി തന്നെ കറക്റ്റ് അല്ല. 3 മാസം ആകുമ്പോഴേക്കും അവർക്ക് ഗർഭിണിയാവണം. അവർ വിചാരം ഇത് മെക്കാനിക്കലി അവർ ഡേറ്റ് സമയം ഒക്കെ നോക്കി, എല്ലാ ഓവുലേഷൻ ഡേറ്റിൻ്റെ നോക്കി ആ ദിവസത്തിലാണ് ഇവർ ബന്ധപ്പെടുന്നുള്ളൂ വരുമ്പോൾ. പക്ഷെ അതെല്ലാം തെറ്റാണ്. ഒരിക്കലും സെക്സ് എപ്പോഴും റെഗുലർലി സ്പോണ്ടേനിയസ് ആയിരിക്കണം, റെഗുലർ സെക്സ് ആയിരിക്കണം. ദാറ്റ് വിൽ ഹാസ് എ ലോട്ട് ഓഫ് ഇമ്പാക്റ്റ് ഇൻ ദി സെമൻ പാരാമീറ്റേഴ്സ് ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ ഇവർക്ക് ഈ ഡേറ്റ് ഓഫ് ഓവുലേഷനൊക്കെ ഇതൊരു മാത്തമാറ്റിക്സ് അല്ല, ഓൾവേസ് ഇറ്റ് വേരീസ്. ഇവർ ഏകദേശം എല്ലായിടത്തുനിന്നൊക്കെ വന്നിട്ട് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി മാത്രം ബന്ധപ്പെടുന്ന അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് എ ടോട്ടലി അഗൻസ്റ്റ് ദ കൺസെപ്റ്റ് ഓഫ് ഫെർട്ടിലിറ്റി. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷന് അല്ലെങ്കിൽ കുട്ടികളില്ലാതെ പരിശോധനയ്ക്ക് വരുന്ന ഒരു കപ്പിൾസ് 1 വർഷമെങ്കിലും ഒരുമിച്ച് കൂടെ നിന്ന്
സന്തോഷത്തോടു കൂടി സെക്ഷൽ ലൈഫ് എല്ലാം ജീവിച്ചതിന് ശേഷം ആണ് മാത്രമേ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. കാരണം പ്രോബ്ലി ഐ ബിലീവ് ദറ്റ് സെക്ഷൽ ലൈഫ്, ഗുഡ് സെക്ഷൽ ലൈഫ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഹാവ് എ ചൈൽഡ്. അതില്ലെങ്കിൽ നമ്മൾ എന്ത് പ്രോബ്ലം, മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസ് വിൽ ബി കറക്റ്റഡ് ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ്. ആ ഒരു കൺസെപ്റ്റ് ആരുടെയും തലയിൽ പോകുന്നില്ല. ഇവരൊക്കെ വിചാരം മെക്കാനിക്കലാണെന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ദ നമ്പർ ഓഫ് എസ്പെഷ്യലി എഡ്യൂക്കേറ്റഡ് ക്ലാസ് ഓഫ് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നവർക്ക്, കുട്ടികളില്ലാത്തവർ, അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്, ഈ ഒരു സെക്ഷ്വൽ ലൈഫ് സ്റ്റൈലാണ് ഐ തിങ്ക് ഇറ്റ് ഈസ് giving more damage to the couples as far as fertility is concerned. പണ്ട് ഈ IVF ക്ലിനിക്സ് വളരെ റയറാണ്, ഇപ്പോൾ കാണുന്നതൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ ഇപ്പം നമ്മൾ നോക്കി ഏത് മുക്കിലും മൂലയിലും ഒരു IVF ക്ലിനിക് എങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പം കേസസ് കൂടുവാണോ? ഇൻഫെർട്ടിലിറ്റി കേസസ് കൂടുതലാണോ? അങ്ങനെ സാറിന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല, ഡെഫിനറ്റായിട്ടും. ഇപ്പം ഞാൻ നമ്മൾ IVF തുടങ്ങുന്നത് 30 വർഷം മുമ്പാണ്, 96-ലാണ്, ഓൾമോസ്റ്റ് 30 years. അന്ന് ഓൾ ഇന്ത്യയിൽ തന്നെ ആകെ ഒരു 20-22 സെൻറ്റേഴ്സേ ഉള്ളൂ, ഓൾ ഓവർ ഇന്ത്യ. ഇപ്പം ഇന്ന് നമ്മൾ കേരളത്തിൽ ഇപ്പം കണക്കെടുക്കുകയാണെങ്കിൽ 100-120 സെൻറ്റേഴ്സ്, IVF സെൻറ്റേഴ്സ് തന്നെയുണ്ട് ചെറിയ കേരളത്തിൽ. ഒരു ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ 30-40 എല്ലാം സെൻറ്റേഴ്സ് ഉണ്ട്. ബോംബെയിൽ പറയണ്ട, ഡൽഹിയിൽ, കൽക്കട്ടയിലൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള സെൻറ്റേഴ്സ് ഉണ്ട്. അല്ല, ഒന്ന് ആ ഒരു അവെയർനെസ്. പണ്ടെല്ലാം ഇപ്പം പേഷ്യൻസ് കുട്ടികളിൽ ട്രീറ്റ്മെൻറ്റ് വരില്ല, മനസ്സിലായോ? അവർക്ക് അങ്ങനെ അതൊരു നാണക്കേടെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ച് വരാതിരിക്കുന്ന അവെയർനെസ് ഇപ്പോൾ ഒരുപാട് കൂടുതലുണ്ട്. പിന്നെ ഇപ്പം എഡ്യൂക്കേറ്റഡ് ആൾക്കാരൊക്കെ ആകുമ്പോൾ അവർ ബോത്ത് ദേ കം ഫോർ ദ ട്രീറ്റ്മെൻറ്റ് വിത്തൗട്ട്, അങ്ങനെ വരുന്നുണ്ട്, എല്ലാവരും പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പം നാച്ചുറലി ദ നമ്പർ ഓഫ് പേഷ്യൻസ് വിൽ ബി മോർ. പിന്നെ ഏറ്റവും ശരിക്കും ഡാമേജിങ് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഇൻഫെർട്ടിലിറ്റി, മാരേജ്, ദേ ആർ ഗെറ്റിംഗ് മാരീഡ് ലേറ്റർ. അപ്പോൾ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയുന്നുണ്ട്. അത് തന്നെയല്ല, കല്യാണം കഴിഞ്ഞ ഉടനെ അവർ ഒരിക്കലും ഗർഭിണിയെ അവോയ്ഡ് ചെയ്യുന്നു, അല്ലാതെ ആക്ച്വലി അവർ ഏറ്റവും നല്ല ടൈം, അപ്പോൾ ഏർലി പീരീഡ് ഓഫ് ലൈഫാണ് ഏറ്റവും നല്ല, സെക്ഷൽ ലൈഫൊക്കെ ഏറ്റവും നല്ലതായിരിക്കും. ആ സമയത്ത് ദേ അവോയ്ഡ് ചെയ്യും. പിന്നെ 3-4 വർഷം കഴിഞ്ഞ് അവർക്ക് ശരിക്കുള്ള കുട്ടി വേണമെന്ന് തോന്നുമ്പോഴേക്കും അവരുടെ സെക്ഷൽ ലൈഫ് മോശമായി, മീൻസ് ഫ്രീക്വൻസി, ആ ഒരു ത്രില്ല് പോയി കഴിഞ്ഞു. ദെൻ ഇറ്റ് ഈസ് ഓൺലി ഫോർ ഹാവിങ് എ ബേബി. ദാറ്റ് ഈസ് എ റിയൽ ഡാമേജിങ്. അതൊരിക്കലും നമുക്ക് ദാറ്റ് ഈസ് റിയലി ഡാമേജിങ് ടു ദ കപ്പിൾ. അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും എനിക്ക് ആലോചിക്കുക, നമ്മൾ കല്യാണം കഴിച്ചു, ഒരു നമ്മൾ ആ ത്രില്ലുള്ളതോട് കൂടിയിട്ടുള്ള സെക്സ് നടക്കുന്ന സമയത്ത് നമുക്ക് കുട്ടി ഉണ്ടായി. പിന്നെ നമ്മളുടെ ശ്രദ്ധ കുട്ടിയിലേക്കാണെങ്കിൽ കൂടിയിട്ട് ഒക്കേഷണലായിട്ട് നമ്മൾ സെക്സ് ഉണ്ടാകുമ്പോൾ വി ബോത്ത് എൻജോയ് ദി ചിൽഡ്രൻ ആസ് വെൽ ആസ് ദി ബേബി സെക്സ്. അപ്പം രണ്ടും ഒരുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് പണ്ടത്തെ ജനറേഷൻ. ഇപ്പോൾ അങ്ങനെ ഇല്ല, ശരിക്കും പറഞ്ഞാൽ ടോട്ടലി ആ ഒരു ചേഞ്ച്. പിന്നെ എൽഡർലി പേഷ്യൻസിന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇതുപോലെ 30-35 വയസ്സ് കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയുന്നത് കൂടാതെ ഈ ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ് ഒക്കെ കൂടുതൽ കാണും. ദാറ്റ് ഓൾ ക്യാൻ പ്രിവെൻറ്റ്. ഈ 30-35 വയസ്സ് കഴിഞ്ഞാലാണ് പലരും പ്രഗ്നൻസി വേണമെന്ന് ആലോചിക്കുന്നുള്ളൂ, കല്യാണം കഴിക്കണമെന്നാണ്. ബൈ ദ ടൈം ഏറ്റവും നല്ല ടൈം കഴിഞ്ഞു. പിന്നെ മെയിലിനെ നമുക്ക് നോക്കുമ്പോൾ എന്താ വെച്ചാൽ, ഈ ലൈഫ് സ്റ്റൈൽ കാരണം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ദേ ഹാവ് ലോട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് സെക്സ്. അവർ എത്ര എൻജോയ് ചെയ്യണം, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പലപ്പോഴും സെക്ഷൽ പ്രോബ്ലംസ് അവർ ഡെവലപ്പ് ചെയ്യണം, ആക്ച്വലി ഇല്ലാത്തവർക്ക് പോലും ഡെവലപ്പ് ചെയ്യണം. വൈഫിനെ ഹാപ്പി ആക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് തോന്നുമ്പോൾ പിന്നെ ഈ ഡേറ്റ് മാത്രം നോക്കി ബന്ധപ്പെടുമ്പോൾ അതൊന്നും പറ്റാതെ വരും. അപ്പോൾ ആകെ കൂടി എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ശതമാനം മെയിൽസിനും സെക്ഷൽ പ്രോബ്ലം കൊണ്ട്, സെക്ഷൽ ഡിസ്ഫങ്ഷൻ പണ്ടത്തെക്കാൾ കൂടുതൽ കാണുന്നു. പണ്ട് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ പ്രൊഫഷൻ ഞങ്ങൾ തുടങ്ങുന്ന സമയത്തൊക്കെ ഒരിക്കലും സെക്ഷൽ ലൈഫിനെ പറ്റി നമുക്ക് ചോദിക്കാൻ തന്നെ തോന്നാറില്ല. ഇപ്പം മിക്കവാറും അൺലെസ് യു ഗോ ഡീപ്പ് ഇൻ ടു ദെയർ ഹിസ്റ്ററി, അവരെ സെക്ഷൽ ലൈഫ് കംഫർട്ടബിൾ അല്ല എന്ന് അത്രയധികം നമ്മൾ ചോദിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവും. ആൻഡ് നോബഡി ഈസ് റെഡി ടു ഷെയർ ഇറ്റ് വിത്ത് പ്രൊഫഷണൽസ്. അത്
അതൊരു വലിയൊരു കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു ജനറേഷന് കുട്ടികളില്ലാതിരിക്കാനായിട്ട്. എനിക്കിത് ചോദിക്കുന്നത് മണ്ടത്തരാണോന്ന് അറിയില്ല. പക്ഷേ ഇപ്പം നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് നമ്മുടെ മൂഡ് ഇപ്പം നമ്മൾ ഭയങ്കര സ്ട്രെസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണോന്ന്, അത് നമ്മുടെ സ്പേമിൻ്റെ എഗ്ഗിൻ്റെ ഒക്കെ ക്വാളിറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. അത് നമ്മൾക്ക് ഉണ്ടാവുന്ന ബേബിയുടെ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ അത് അങ്ങനെ അതുമായിട്ട് ബന്ധം വരാൻ വഴിയില്ല. പ്രോബ്ലി ദേ മേ കോസ് ഇൻഫെർട്ടിലിറ്റി. പക്ഷെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് യൂഷ്വലി 1 ഗുഡ് സ്പേം ഓൺലി വിൽ ഗോ ടു ദി എഗ്. അതിൽ അങ്ങനെയല്ല, ആ പ്രോപ്പറായിട്ടുള്ള ഇജാക്കുലേഷനും ക്വാളിറ്റി ഓഫ് ദ സ്പേംസും അതിനെ എഫക്റ്റ് ചെയ്യും. പ്രഗ്നൻസി ആവാതിരിക്കാം, അല്ലാണ്ട് അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നല്ല മൂഡിലിരിക്കൂ, മാക്സിമം ഹാപ്പി മൂഡിലിരിക്കൂ. കാരണം കുഞ്ഞ് അല്ലെങ്കിൽ ഇപ്പോൾ എന്നോട് തന്നെ എൻ്റെ ഒരു ഗൈനക്കോളജിസ്റ്റ്, ഞാൻ ഫസ്റ്റ് ദുബായിലായിരുന്നു, എൻ്റെ പാരൻസ് ദുബായിലായിരുന്നു. അപ്പോൾ എന്നോട് ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, ചില കുഞ്ഞുങ്ങളെ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എന്ന് വെച്ചാൽ ഒട്ടും സ്മൈലിങ് ഫേസ് അല്ല, ഒട്ടും ഇതല്ല, നമ്മളെ ഒട്ടും സ്ട്രെസ്സിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യും. അതും നമ്മൾ ജനറലായിട്ട് അങ്ങനെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ആർക്കും സ്ട്രെസ് ഇല്ലാത്തിരിക്കുക, എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവും ജീവിതത്തിൽ. അത് ഫിസിയോളജിക്കിന് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി കൂടുതൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള എന്തെങ്കിലും ഡാമേജ് കുട്ടിക്ക് ടെമ്പററി ഡാമേജ് ഉണ്ടാവാന്നല്ലാതെ, അല്ലാണ്ട് ഒരിക്കൽ ഉണ്ടായിക്കഴിയുമ്പോൾ ഒരു അങ്ങനെ ഒരു ലോങ് എന്താ പറയുക, ഒരു ലോങ് പീരീഡിൽ കുട്ടിക്കൊരു ഡാമേജ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സ്ത്രീകളുടെ ഇൻഫെർട്ടിലിറ്റിനെ കുറിച്ചിട്ട് കുറേ പേര് പക്ഷേ ഒരു പുരുഷന്മാരിൽ വരുന്ന ഒരു ഇൻഫെർട്ടിലിറ്റിനെ കുറിച്ചിട്ട് വളരെ സംസാരിക്കുന്നത് ഭയങ്കര റെയറാണ്. ഇപ്പം മിക്ക സംഭവത്തിൽ ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതൊക്കെ ഒരു ഇപ്പോൾ മെയിൻ ഒരു തീർച്ചയായിട്ടും. ഞങ്ങൾ പണ്ടൊക്കെ ഞങ്ങൾ പറഞ്ഞില്ലേ, നമ്മളൊരിക്കലും ഈ മെയിൽസ് വരുന്നില്ല ഞങ്ങളുടെ ചെക്കപ്പിന്. എനിക്കൊക്കെ ഒരു ലക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളന്ന് വളരെ കുറച്ച് മെയിൽ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സംശയം തോന്നുമ്പോൾ ഫീമെയിൽസിൻ്റെ അടുത്ത് പോവാതെ അവർ ഞങ്ങളുടെ മെയിൽസിൻ്റെ അടുത്ത് ഗൈനക്കോളജിസ്റ്റുകളുടെ അടുത്ത് വരും. അപ്പം ഞങ്ങൾ കുറച്ചും കൂടിയും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യം കിട്ടിയിട്ടുണ്ട്. മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണക്ക് നോക്കുമ്പോൾ നമ്മളൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 30% സ്ത്രീകളുടെ മാത്രം കാരണം കൊണ്ട്, 30% പുരുഷന്മാരുടെ മാത്രം കാരണം കൊണ്ട്, പിന്നെ 30% രണ്ടുപേരും ഒരുമിച്ച്, പിന്നെ കുറച്ച് നമുക്കറിയാത്ത കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ ഉണ്ടാവാതിരിക്കാം. പക്ഷേ നമ്മൾ ഒരു ഇനീഷ്യൽ ഫേസിൽ വരുന്ന ഒരു 100 പേഷ്യൻസിനോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് 2-3 വർഷത്തിനുള്ളിൽ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമുക്കത് ഈ കണക്ക് ശരിയാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞങ്ങളുടെ അടുത്ത് വരുന്ന ഗ്രൂപ്പ് കുറേ നാൾ അവിടെ ഇവിടെ എല്ലാം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒരു 5-10 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന കപ്പിൾസ് നോക്കുമ്പോൾ പലപ്പോഴും കുട്ടികളില്ലാതിരിക്കുന്നത് മെയിൽ ആണുങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇപ്പം ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ ഫീമെയിൽ ഫാക്ടർ മിക്കവാറും ഫീമെയിൽ ഗൈനക്കോളജിസ്റ്റൊക്കെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടും. പലപ്പോഴും മെയിൽസിൻ്റെ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യണം. അതിപ്പോൾ എന്തെങ്കിലും ചെറിയ കുഴപ്പമുണ്ടെങ്കിൽ ഒരു മരുന്ന് കഴിച്ചോളാൻ പറയും, ആൻഡ് ദേ ടേക്ക് ഇറ്റ് ഗ്രാൻറ്റഡ് ദാറ്റ് ബിക്കംസ് നോർമൽ. ഒന്ന് അതാണ് ഒരു കാര്യം, ഇഗ്നോർ ചെയ്യുന്നുണ്ട് പലപ്പോഴും. പിന്നെ മെയിൽ ഇൻഫെർട്ടിലിറ്റി കമ്പയർ ടു ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി, എന്തുകൊണ്ടാണ് ബീജം കുറഞ്ഞു പോയത്, എന്ത് കഴിച്ചാലാണ് അത് ശരിയാവുക എന്നുള്ളത് ഒരു 70% പേഷ്യൻസിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ ഗുണം കിട്ടും, ചിലപ്പോൾ ഗുണം കിട്ടില്ല. പക്ഷേ ഏത് മരുന്ന് കഴിച്ചാൽ ഡെഫിനറ്റായിട്ട് ശരിയാവും എന്നുള്ളത് നമുക്ക് പലപ്പോഴും മെയിൽസിൻ്റെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ സ്പേം നമ്മൾ മില്യൺ കണക്കിനാണ് പറയുന്നത്, മനസ്സിലായോ? 100 മില്യൺ 50 മില്യൺ എന്ന കണക്കില്ല, അല്ലാണ്ട് 1-2 എഗ്ഗല്ല സ്ത്രീകളുടെ മാതിരി. എത്ര സ്പേം കുറഞ്ഞിട്ടുള്ളവർക്കും ബീജം തന്നെത്താൻ ഗർഭിണി ആവാറുണ്ട് പലപ്പോഴും. നമ്മൾ വിചാരിക്കുക ആവില്ല എന്ന് വിചാരിക്കും. കാരണം ഓരോ സ്പേമും 2 സ്പേമോ മതി. അതാണ് മെയിൽസിന് പ്രത്യേകിച്ചൊരു ഗുണം. അപ്പോൾ അവർ ഒരുമിച്ച് താമസിച്ച് കുറച്ചു കാലം അടുപ്പിച്ച് ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഒരുമിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്ത് വെയിറ്റ് ചെയ്താൽ പലപ്പോഴും എത്ര സ്പേം കുറവുള്ളവർക്കും അത് പ്രഗ്നൻസി കിട്ടാറുണ്ട്. മെയിൽ ഫാക്ടറിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, ജസ്റ്റ് കമ്പയർ ടു എ ഫീമെയിൽ. പക്ഷെ ആ ടൈം കൊടുക്കണം നമ്മൾ. ഒരു മാസത്തിൽ ഒരു ദിവസം ദുബായിൽ നിന്ന് വന്നിട്ട് ഒരു മാസം കൂടെ താമസിച്ച് പോകുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് മെയിൽ ഫാക്ടർ കൂടുതലായിട്ട്
നമുക്ക് ദോഷം ചെയ്യുന്നത്. ഫീമെയിൽസിൻ്റെ മാതിരി ഒരു കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും കൊടുക്കാൻ പറ്റില്ല. ഒരുമിച്ച് നിന്ന് മരുന്ന് കഴിക്കുന്നതായിരിക്കണം മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഏറ്റവും നമുക്ക് കൂടുതൽ പ്രഗ്നൻസി കിട്ടാറ്. മെയിൽ പ്രോബ്ലത്തിന് അങ്ങനെയാണ്. ഇപ്പോൾ പലരും പറയാറുണ്ട് ഇങ്ങനെ മാസ്റ്റർബേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെമൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഈവൻ ഫീമെയിൽസ് മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരെ സെക്ഷൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും, അവരുടെ ഫെർട്ടിലിറ്റിനെ എഫക്റ്റ് ചെയ്യും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ആക്ച്വലി മിത്താണോ? മിത്തല്ല, ആക്ച്വലി മണ്ടത്തരാണ്. കാരണം മാസ്റ്റർബേഷൻ ഈസ് എ നോർമൽ ഫിസിയോളജിക്കൽ. ഒരു നല്ലൊരു ഒരു ആൺകുട്ടി മാസ്റ്റർബേറ്റ് ചെയ്യണം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ ലൈഫ് അല്ലേ? അങ്ങനെയല്ല. അല്ലാതെ ഒരു ഏജ് കഴിയുമ്പോൾ അതങ്ങനെ സെക്ഷൽ ഫീലിംഗ് ഉണ്ടാവണം. അതൊരു പാർട്ട് ഓഫ് ഫിസിയോളജി തന്നെയാണ്. അല്ലാതെ അതൊരു റോങ് ഇതായിട്ടുള്ള മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് അവരൊരു ലൈഫ് ഇതാണ്, ലൈഫിന് ഫിസിയോളജിയിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് അത്ര. അല്ലാതെ അതൊരു ഇതായിട്ട് നെഗറ്റീവായിട്ട് അങ്ങനെ ഒരു മെസ്സേജ് പോകാൻ പാടില്ല. അങ്ങനെ മാസ്റ്റർബേറ്റ് ചെയ്ത കുട്ടിക്ക് വെരി അൺലൈക്ലി ദേ ഡെവലപ്പ് എ സെക്ഷൽ പ്രോബ്ലം ഓർ ഇൻഫെർട്ടിലിറ്റി എന്ന് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാത്ത കുട്ടികൾക്കാണ് അവർക്ക് എന്തോ ഒരു നെഗറ്റീവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ സെക്സ് തന്നെ നെഗറ്റീവായിട്ടാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് പ്രോബ്ലം. അല്ലാതെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇപ്പോഴും സ്ത്രീകള് സ്വയംഭോഗം ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് ഇപ്പോഴും കുറേ അല്ല, അങ്ങനെ ഇപ്പൊ പുറത്ത് നമ്മൾ പറയുന്നില്ല എന്നല്ലേ ഉള്ളൂ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് റോങ് തിങ് ടു ഹാവ് എ സെക്സ് ഉണ്ടാവുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അതുകൊണ്ട് ശരിയായിട്ടുള്ള രീതിയല്ലാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഒരു IVF ചെയ്ത് കഴിഞ്ഞാൽ 100% ഒരു ബേബിന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇപ്പോൾ IVF ട്രീറ്റ്മെൻറ്റിന് വരുന്ന ഒരാളാണ്, നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ അവർക്ക് ബേബി ആവും എന്ന് ഉറപ്പ് പറയാൻ പറ്റും? അത് തന്നെയല്ല, ഓൾ ഓവർ ദ വേൾഡ് ഇപ്പോൾ IVFൻ്റെ ആവറേജ് നമ്മളെടുക്കും. വേൾഡ് ഇപ്പം എൻ്റെ സ്ഥലം പോട്ടെ, ഏറ്റവും ഒരുപാട് ക്ലെയിം ചെയ്ത് 100% ശരിയാവുന്ന ക്ലെയിമൊക്കെ നിങ്ങൾ കണ്ടു കാണും പേപ്പറിലൊക്കെ. ഓരോ ഹോസ്പിറ്റൽസ് അത് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ആവറേജ് ഒരു ടേക്ക് ഹോം ബേബി 100 IVF ചെയ്താൽ 30-35 ഇടയിലാണ് കുട്ടികളുണ്ടാവുന്നുള്ളൂ. നെവർ മോർ ദാൻ ദാറ്റ്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം വരുമ്പോൾ ഒരു പേഷ്യൻ്റ് ഇത് IVF ആണ് അവരുടെ ഫസ്റ്റ് ഏറ്റവും നല്ല ആ പേഷ്യൻറ്റിന് അവർക്കുള്ള ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം കാരണം കൊണ്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് IVF ആണെന്നുള്ളത് നമുക്ക് കൺവിൻസ് ചെയ്യല്ല, അത് മനസ്സിലാക്കണം. അങ്ങനെ IVF ചെയ്യുമ്പോൾ അമ്മയുടെ ഗർഭപാത്രം, പ്രായം, അണ്ടത്തിൻ്റെ ക്വാളിറ്റി, ബീജത്തിൻ്റെ ക്വാളിറ്റി, ഗർഭപാത്രത്തിൻ്റെ വൈകല്യങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ട് ഏകദേശം നിങ്ങൾക്ക് എത്ര ശതമാനത്തോളം ഗർഭധാരണത്തിന് സാധ്യത ഉണ്ടെന്നുള്ളത് നേരത്തെ പറഞ്ഞു കൊടുക്കണം. എന്നാലേ, അല്ലെങ്കിൽ എന്താ പറയുക, അവർ ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടി ചെയ്യുന്നതിന് അപ്പോൾ നമുക്ക് അവർ ഫെയിൽ ആകുമ്പോൾ അവരുടെ ആ സ്ട്രെസ് ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത്ര ശതമാനമാണ്, ഇത്ര പെർസെൻറ്റേജാണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രേ പറ്റുള്ളൂ നിങ്ങൾക്ക്, ബിക്കോസ് ഓഫ് ദീസ് തിങ്സ്. നമ്മൾ അങ്ങനെ ഒരു മെസ്സേജ് നേരത്തെ തുടങ്ങുന്നേക്കാൾ മുമ്പേ പോയി ചെയ്യണം. അല്ലാതെ ചിലർ 10% ആണെങ്കിലും ചിലപ്പോൾ 1% ആണെങ്കിലും അവർ ചെയ്യും. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. അവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നതല്ലല്ലോ. അവർക്ക് ഇത്ര കുറവേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അൺനെസറി സ്ട്രെസ് ടു ദ പേഷ്യൻറ്റ് ക്യാൻ ബി അവോയ്ഡഡ്. അതൊരു ഡെഫിനറ്റായിട്ട് എല്ലാ സെൻറ്റേഴ്സും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം, ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ തൈറോയിഡ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പീരിയഡ്സ് ഡിലേ ആകുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് ആകുമ്പോൾ തൈറോയിഡ് ഉണ്ടാകും. ഈ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് എത്രത്തോളം ഒരു ലൈഫിനെ എഫക്റ്റ് ചെയ്യും? കാരണം ഞാൻ കേട്ടിട്ടുണ്ട് പല രീതിക്ക് ഈവൻ ലിബിഡോ അതിനെ എഫക്റ്റ് ചെയ്യും, ലിബിഡോ കുറയും, സെക്ഷൽ ഡിസയർ ഇല്ലാതാക്കും, മറ്റു പല പ്രശ്നങ്ങൾ ഇത് ബന്ധപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ഉണ്ടാവും ഇതിൻ്റെ? ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു സിവിയർ ഫോമൊക്കെ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊക്കെ ഉണ്ടാവാം, തീർച്ചയാണ്. പക്ഷേ ഇത് എന്താ പറ്റണമെന്ന് വെച്ചാലേ, ഇതിപ്പോൾ ബ്ലഡ് നോക്കി ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ 2.5 വരെ 5 ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഒരു ഡയഗ്നോസ് ചെയ്യുന്നതിൽ ചെറിയൊരു അപാകതയുണ്ട്. ചെറിയ വേരിയേഷൻസ് പിന്നാലെ നമ്മൾ പോകരുത്.
സിംറ്റംസ്, ശരിക്കുള്ള സിംറ്റംസ്, ഒരു ഡൾനെസ് വരിക, അവർക്ക് സെക്ഷൽ തീരെ വരിക, സിവിയർ ഹൈപ്പോതൈറോയിഡിസത്തിൽ അങ്ങനത്തെ ഒക്കെ വരാറുള്ളൂ. അല്ലാതെ മൈനർ വേരിയേഷൻസിലൊന്നും ഒരിക്കലും ലൈഫിനെ അഫക്റ്റ് ചെയ്യാറില്ല നമ്മൾ വിചാരിക്കുന്ന മാതിരി. അപ്പോൾ ഞങ്ങൾ അബോർഷനൊക്കെ അല്ലെങ്കിൽ കുട്ടികളില്ലാതെ വരുമ്പോഴൊക്കെ ഓക്കെ, അതിനു വേണ്ടി ട്രീറ്റ് ചെയ്ത് കുറേ കൂടി പെർഫെക്റ്റ് ആക്കുക എന്നല്ലാതെ ചെറിയ വേരിയേഷൻ ടോട്ടലി ബിക്കോസ് ഓഫ് ദാറ്റ് ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയ വേരിയേഷൻസ് ഒന്നും തൈറോയിഡ് വേരിയേഷൻസ് ഒന്നും ഒരിക്കലും നമുക്ക് കുട്ടികളുണ്ടാവാതിരിക്കാനായിട്ട് കാരണമാണെന്ന് എനിക്ക് തോന്നാറില്ല പലപ്പോഴും. ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര കെയറാവും വീട്ടിൽ നിന്ന്, എല്ലാ രീതിക്കും കെയറാവും. പക്ഷെ ഒരു പ്രസവിച്ച് കഴിഞ്ഞാൽ ഫുൾ അറ്റൻഷൻ ഒരു ബേബിയിലോട്ട് മാത്രം പോകും. പക്ഷെ ഒരു പോസ്റ്റ്മോർട്ടം ഫേസ് എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരു പ്രഗ്നൻസിനേക്കാൾ കൂടുതൽ ഞാൻ സ്ട്രഗിൾ ചെയ്തത് ഒരു പോസ്റ്റ്മോർട്ടം ഫേസിലാണ്. ഒരു സ്ത്രീക്ക് എന്തായിരിക്കും അവരുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ്, എന്താണ് ബോഡി വരുന്ന ചേഞ്ചസ്, അതേപോലെ തന്നെ എങ്ങനത്തെ കെയറാണ് അവർക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ചുറ്റുപാടുന്ന്? അല്ല, ഞാൻ ഇത് ശരിക്കും ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പൊന്നാനിയിലാണ് 83 മുതൽ 7 വർഷം വർക്ക് ചെയ്തത്. ഒരു മുസ്ലിം പോപ്പുലേഷനാണ് ടോട്ടലി 100% സറൗണ്ടിങ് ദറ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പേഷ്യൻസാണ്. ഒരു വണ്ടർ ഐ ഹാവ് നോട്ടഡ് ഈസ് പോസ്റ്റ്മോർട്ടം വുമൻ ഗെറ്റ്സ് ദ മാക്സിമം കെയർ. സർവൻസ് ഉണ്ടാവും, അവരെ നോക്കാനുണ്ടാവും, കുട്ടീനെ നോക്കാനുണ്ടാവും. അപ്പോൾ എവരിബഡി ലവ്സ് ടു ഹാവ് ബേബീസ്. കാരണം പ്രസവം കഴിഞ്ഞാൽ ഒരു ഭയങ്കര കംഫർട്ടബിളാണ്. അത് ഞാൻ നമ്മുടെ നാട്ടിലെ തൃശ്ശൂർ സൈഡിലൊന്നും അങ്ങനെ കൊടുക്കുന്നത് കണ്ടിട്ടില്ല. ആക്ച്വലി ഐ ഫീൽ ദാറ്റ് മദർ ഷുഡ് ബി ഗിവൺ മാക്സിമം ഇമ്പോർട്ടൻസ് ഡ്യൂറിങ് ദ പോസ്റ്റ്മോർട്ടം പീരീഡ്. അവരെ ഫുഡ്, അവരുടെ ന്യൂട്രീഷൻ, അവർ കുട്ടിയില്ലാതാകുമ്പോൾ നൈറ്റിലൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ടാണ് ഡ്യൂറിങ് ലാക്ടേഷൻ പീരീഡിൽ കൊടുത്തിരിക്കണം. അത് they have to eat the best available food. അതിന് യാതൊരു സംശയമില്ല. പ്രോബ്ലി മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പ്രഗ്നൻസി എന്നാണ് എനിക്ക് തോന്നാറ്. കാരണം ദേ നീഡ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകും, അല്ലാതെ അപ്സെറ്റായി പോകും ആ ടൈമിൽ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, അവർ ഗർഭിണി ആവുന്ന അത്ര തന്നെ നിങ്ങൾ ഭക്ഷണ കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് സ്ലീപ്ലെസ്സിനും കൂടി വരും കുട്ടിയായി കഴിയുമ്പോൾ. അപ്പോൾ ടോട്ടലി ആകെ ഒരു വല്ലാത്തൊരു ഫീലിങ്ങിലേക്ക് പോകും. അതങ്ങനെ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം യു നീഡ് പോസ്റ്റ്മോർട്ടം വുമൻ നീഡ് എ സ്പെഷ്യൽ കെയർ ഡെഫിനറ്റായിട്ടും, സംശയമില്ല. ഞാൻ പൊന്നാനിയിൽ എപ്പോഴും ഒരു ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, സ്ത്രീകൾ ഭയങ്കര ഹാപ്പിയാണ് പ്രഗ്നൻ്റ് ആവാൻ, പ്രസവിക്കാനായിട്ട്. ദേ ഗെറ്റ് ദ മാക്സിമം കെയർ ഡ്യൂറിങ് ദ ആഫ്റ്റർ ദ ഡെലിവറി ടൈം. ഒരു സ്ഥലത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ കുറേ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, പോസ്റ്റ്നേറ്റൽ കെയർ. ഇപ്പോൾ പലവരും പ്രസവരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടിയും ഇപ്പോൾ എല്ലാവരും പോകുന്നുണ്ട് പ്രസവരക്ഷ. അത് ശരിക്കും ഒരു സ്ത്രീക്ക് അത്യാവശ്യമാണോ ഈ പ്രസവരക്ഷ? എനിക്ക് അറിഞ്ഞൂടാ. അവരിപ്പോൾ ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് യൂട്രസിൻ്റെ ഇൻവല്യൂട്ട് ചെയ്യാൻ സഹായിക്കും, അവരുടെ സ്കിൻ കെയർ കിട്ടും എന്നാണ് പറയുന്നത്. എല്ലാവരും ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ ഹാപ്പി. അങ്ങനെ പറയാനേ പറ്റുള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റി ഹൗ ഫാർ ഇറ്റ് ഈസ്. ബേസിക്കലി ന്യൂട്രീഷൻ ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ കഴിക്കുന്നതെല്ലാം ബ്രസ്റ്റ് മിൽക്കിൽ കൂടെ കുട്ടിക്ക് പോവുകയാണ്. ഈവൻ ഇഫ് യു ഡോണ്ട് ടേക്ക് എനിത്തിങ് ഓൾസോ ദ തിങ്സ് വിൽ ഗോ ടു ദ ബേബി. Naturally you will be your all nutrients will go to the baby, you will be exhausted. അതിനൊരു സംശയമില്ല. ആയുർവേദിക് മെഡിസിൻ എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഹാപ്പിയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ, ഹാപ്പിയാണ്. ഈ നമ്മളിപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ എല്ലാവരും സംസാരിക്കും, എന്നാലും ഇപ്പോഴും സൊസൈറ്റിയിൽ ടാബു ആയിട്ട് കാണുന്ന, പലവരും മോശമായിട്ട് കാണുന്ന ഒന്നാണ് സെക്ഷൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുക. ഒരു സ്ത്രീനെ സംബന്ധിച്ച് അവരുടെ സെക്ഷൽ ഹെൽത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്നത്? അത് ആക്ച്വലി ഇറ്റ്സ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ ആക്റ്റാണ് സെക്സ് എന്ന് പറയുന്നത്. നമ്മൾ സന്തോഷം കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു, ഫീമെയിലാണെങ്കിലും മെയിലായാലെങ്കിലും അതിന് ഒരു സംശയമില്ല. അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്, പ്രോബ്ലി മോർ ദാൻ എവറിത്തിങ്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു റിലേഷൻ കീപ്പപ്പ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ സെക്സ് കൊണ്ട് നമ്മൾക്കൊരു ഏറ്റവും നല്ല ഒരു ഫീമെയിലായിട്ട് നമ്മൾ നല്ലൊരു റിലേഷനും ലോങ് ലാസ്റ്റിങ്, പ്രത്യേകിച്ച് ഒരു കുട്ടിയും കൂടി ആകുമ്പോൾ ദാറ്റ് റിലേഷൻ ഗെറ്റ്സ് ഫർദർ
ബെറ്റർ അങ്ങനെയല്ലേ. അത് ഇനീഷ്യലി സെക്സ് ആയിരിക്കാം, പക്ഷെ കുട്ടിയും കൂടി ആകുമ്പോൾ അത് ഇറ്റ് ഈസ് മോർ ആ ടുഗദർനെസ് ഫീലിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും സെക്സ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ലൈഫ്. അതിന് സംശയമൊന്നുമില്ല. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഇമ്പോർട്ടൻസ് ആയിട്ടല്ല, അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരേണ്ടതാണ്. അതെ, പലവർക്കും കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ സെക്സിനോടുള്ള താല്പര്യം കുറയുക, പിന്നെ ഒരു സെക്സിൽ ഏർപ്പെടാന്ന് പറഞ്ഞതിന് വല്ലപ്പോഴും നല്ലൊരു എന്താ പറയാ ഒരു കടമ തീർക്കുന്ന പോലെ അങ്ങനെ കൂടുതൽ ഫോക്കസ് ബേബിയിലോ. അതൊക്കെ ഓൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ. അല്ലാതെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ്റെ കാര്യം കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടുന്നതാണ്. അല്ലാതെ അവർക്കൊരു സെക്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്സ് ഷുഡ് ബി സ്പോണ്ടേനിയസ്. സെക്സ് ഷുഡ് ബി ദേ ഷുഡ് എൻജോയ് ദ സെക്സ്. എന്നാലാണ് റിപ്പീറ്റ് ചെയ്യണമെന്ന് തോന്നുള്ളൂ. അല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ നമുക്ക് തൽക്കാലം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് റെഗുലറായിട്ട് വേണമെന്ന് തോന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ആ സെക്ഷൽ ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും വേണ്ടിയിട്ട് സെക്സ് ചെയ്യുന്നതോട് യു വിൽ നോട്ട് എൻജോയ് സെക്സ്. ഒരിക്കലും അത് വേണമെന്ന് തോന്നില്ല. പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു ഇത് പോയി ഇമ്പോർട്ടൻസ് പോയി കളഞ്ഞു. പിന്നെ പണ്ട് ഫാറ്റി ലിവറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പുരുഷന്മാരിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഒബേസിറ്റി ഉള്ളവർക്ക് അവർക്കാണ് ഫാറ്റി ലിവർ കൂടുതൽ കണ്ടുവരും. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഒരു മെനോപോസിൽ അടുക്കുന്ന സ്ത്രീകളിൽ ഫാറ്റി ലിവർ നമ്മളിപ്പോൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ കാണിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അതാ എനിക്ക് അതിനെപ്പറ്റി അത്ര അറിഞ്ഞുകൂടാ. പക്ഷെ അതിങ്ങനെ അത്ര വല്ലാണ്ടൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. സിക്ക് ഓർ സംതിങ് അത് എല്ലാവർക്കും ചെറുതായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലർക്ക് ചെറിയ വ്യത്യാസങ്ങളായിട്ട് ഏജിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലാണ്ട് ലിവർ ഡിസീസസ് ആയിട്ട് പലപ്പോഴും അത് തിരിയാറില്ല എന്ന് മനസ്സിലായി. ആൽക്കഹോളിസ് പക്ഷേ സീറോസൊക്കെ ഈ കള്ളുടിക്കാത്തവർക്കും അല്ലെങ്കിൽ മദ്യപിക്കാത്തവർക്കും ലിവർ ഇത് കാണാറുണ്ട്. പ്രോബ്ലി അത് ഒരു ഡിസീസായിട്ട് വരണം. എന്നാൽ ഇറ്റ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ആൽക്കഹോളിസം. അതിനെ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റത് ആൽക്കഹോളിസം നിർത്തിയാൽ മതി. ഇതങ്ങനെ ഒരിക്കലും നിർത്തിയാൽ അത് മാറാൻ പോകുന്നില്ല. അതാണ് അതിൻ്റെ കുഴപ്പം. പക്ഷേ സ്ത്രീകളിൽ വളരെ റെയറായിട്ടാണ് ഒരു ഡിസീസിൻ്റെ ലെവലിലേക്ക് പോകുന്നത് കണ്ടിട്ടുള്ളൂ. ഒരു ഒക്കേഷണൽ ആക്സിഡൻ്റൽ ഫൈൻഡിങ് മാത്രം മാതിരിയാണ് ഞങ്ങൾക്ക്. ഈ ഹോർമോൺസ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയല്ല അവർ പറയുന്ന ചെറിയൊരു ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നോട്ട് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ട് വരുന്നതല്ല അത്. ഓക്കെ സർ, എനിക്ക് തന്നെ ഒരുപാട് ഇൻഫോർമേഷൻസും എനിക്ക് തന്നെ കുറേ എന്താ പറയുക കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു അറിവും ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടി. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ കൺഫ്യൂഷൻസ് അല്ല, എനിക്കൊരു ക്ലിയർ ക്ലാരിറ്റിയാണ് എനിക്ക് കിട്ടിയത്. താങ്ക് യു സോ മച്ച് സർ. സാറിൻ്റെ ടൈമും പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ ഗസ്റ്റാണ് സർ എന്ന് പറഞ്ഞാൽ എൻ്റെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് ഒരുപാട് അറിവും എല്ലാം കൊടുക്കുന്ന ഒരാളായിരിക്കണം എൻ്റെ ആദ്യത്തെ ഗസ്റ്റ് എന്നുള്ളത്. സാർ ആണെങ്കിൽ ഒരുപാട് ഫാമിലീസിന് പാരൻസ് ആവുക എന്നുള്ളൊരു സ്വപ്നം പലവർക്കും ഉള്ളതാണ്. അതിന് ഏറ്റവും വലിയൊരു വഴികാട്ടിന്നോ വലിയൊരു കാരണക്കാരെന്നൊക്കെ പറയാം സാറിനെ എന്ന് പറയുന്നത്. ഒരു 45 years എക്സ്പീരിയൻസ് ഒരു ചെറിയൊരു ഇതേ അല്ല എനിക്ക്. അപ്പം ഞാനാണ് കൂടുതൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് സാറിന് എനിക്ക് ഫസ്റ്റ് ഗസ്റ്റ് ആയി കിട്ടിയത്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് യുവർ ഇൻ്റർവ്യൂ. I usually don't, I have not done many interviews. I don't know how that messages goes from my mouth, which is going to back to your listeners. I don't know. Anyway, all the best for you. All the best. Thank you, sir.